നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദു. ആദ്യം പ്രധാന വാർത്തകൾ. കൊലയാളികൾക്ക് കുട ചൂടുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ. പിണറായിയുടെ ധാർഷ്ട്യം CPM-നെ ഇല്ലാതാക്കും. ദുരന്തങ്ങൾ പോലും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന നികൃഷ്ടവും നീചവുമായ മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനെന്നും NK പ്രേമചന്ദ്രൻ. LDF ദുർഭരണം ആരോപിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ RSP പ്രതിഷേധം. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ CATU നേതൃത്വത്തിൽ തൊഴിലാളി മാർച്ച്. വ്യവസായ മേഖലയിലെ ചരക്കു ഗതാഗത രംഗത്ത് ടേൺ മറികടന്ന് ലോഡ് നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ. പ്രതിഷേധ സമരം ഹെവി വെഹിക്കിൾസ് വർക്കേഴ്സ് യൂണിയന്റെയും ഡിസ്ട്രിക്ട് ഏജന്റ് വെൽഫെയർ അസോസിയേഷൻ CATU-ന്റെയും നേതൃത്വത്തിൽ. കുലുക്കല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ആരോഗ്യ കേന്ദ്ര നവീകരണത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്ത് നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനുള്ള ആലോചനകളും ആരംഭിച്ചു. വാളയംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി വീട്ടുടമയിൽ നിന്ന് പണം തട്ടിയ കേസിൽ കൂനത്ര സ്വദേശി അറസ്റ്റിൽ. ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൂനത്ര തോപ്പിൽ വീട്ടിൽ സതീഷിനെ. സതീഷ് പണം തട്ടിയത് കൂനത്ര സ്വദേശിയായ സബിനിൽ നിന്ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊലയാളികൾക്ക് കുട ചൂടുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ MP. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ RSP നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും രാജ്യത്തു നിന്ന് തന്നെ CPM-നെ ഇല്ലാതാക്കുമെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ദുരന്തങ്ങളെപ്പോലും കൊള്ളയടിക്കാനായി ഉപയോഗിക്കുന്ന നികൃഷ്ടവും നീചവുമായ മനോഭാവമാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. നാട്ടിൽ ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മാണം 2000 രൂപയിൽ താഴെ നടക്കുമ്പോഴാണ് ചൂരൽമലയിൽ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് സ്ക്വയർ ഫീറ്റിന് 3000 രൂപ ഈടാക്കി നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. പെരിയ കേസിൽ ഖജനാവിൽ നിന്ന് 2 കോടിയിലധികം ചെലവഴിച്ച് പ്രതികളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും നടക്കാതെ പോയത് അന്തിമ വിജയം സത്യത്തിൻ്റെതാണെന്നത് കൊണ്ടാണ്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാവൽക്കാരായി സർക്കാരും CPM-ഉം മാറി. നിയമസഭ തല്ലിപ്പൊളിച്ചവരെ സംരക്ഷിക്കാൻ കച്ചമുറുക്കിയിറങ്ങിയ സർക്കാരാണ് സമരം ചെയ്ത അൻവറിനെ ഭീകരനെ പിടികൂടും പോലെ അറസ്റ്റ് ചെയ്തത്. വെള്ളം, വൈദ്യുതി നിരക്ക് എല്ലാം വർദ്ധിപ്പിച്ചെങ്കിലും ജനക്ഷേമം ഒന്നും നടക്കാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഈ ഗവൺമെന്റിന് തുടർഭരണം ലഭിക്കാൻ അവസരമുണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാം, COVID-19 പകർച്ചവ്യാധിയും അതുപോലെ 2018 വെള്ളപ്പൊക്കത്തിന്റെയും ആനുകൂല്യത്തിലാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിന് തുടർഭരണം സമ്മാനിച്ചത്. പക്ഷേ തുടർഭരണം ലഭിച്ച ഈ ഗവൺമെന്റ് അധികാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ആൾരൂപമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി എന്നുള്ളതാണ് 9 വർഷക്കാലത്തെ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ജില്ലാ സെക്രട്ടറി K. രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TM ചന്ദ്രൻ, C. ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുലുക്കല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ആരോഗ്യ കേന്ദ്രം നവീകരണത്തിന്റെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള നടപടികൾ തുടങ്ങുമെന്ന് MLA അറിയിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപ അനുവദിച്ചതായും MLA അറിയിച്ചു. ഘട്ടം ഘട്ടമായി പ്രവൃത്തികൾ നടപ്പാക്കും. നേരത്തെ കേന്ദ്രത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 15ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 1,43 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആദ്യഘട്ടമായി 35.25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിന്റെ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികളാണ് ഉടൻ ആരംഭിക്കുക. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്തു നിന്നും എളുപ്പത്തിലെത്താനാവശ്യമായ പുതിയ റോഡ് നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഹമ്മദ് മുഹസിൻ അറിയിച്ചു. 15ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1,43 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ട് അനുവദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തും DPM ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ പാലക്കാട് മീറ്റിംഗ് കൂടിയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് DPM ഞാനും കൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു മീറ്റിംഗും കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ഫൈനൽ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇവിടുത്തെ ആളുകളോടും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു.
MLAയുടെ അധ്യക്ഷതയിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗം MP സുധാകരൻ, DPO ഡോക്ടർ റോഷ്, മെഡിക്കൽ ഓഫീസർ ഫസീല, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ CATUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി മാർച്ച്. മാർച്ചിനു ശേഷം മെബൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CATU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ചരക്ക് ഗതാഗത മേഖലയിൽ ബ്രോക്കർ ഏജന്റ് ഓഫീസ് വഴി ടേണിൽ നിൽക്കുന്ന വാഹനങ്ങളെ ഒഴിവാക്കി ഗാഷ സ്റ്റീൽ തുടങ്ങിയ ചില കമ്പനികളും ചില സ്റ്റീൽ യാർഡുകളിലെ ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ടേൺ മറികടന്ന ലോഡ് നൽകുന്നതിനെതിരെ ലോറി മേഖലയിലെ ഹെവി വെഹിക്കിൾ വർക്കേഴ്സ് യൂണിയൻ CITUവും പാലക്കാട് ഡിസ്ട്രിക്ട് ഏജന്റ് വെൽഫെയർ അസോസിയേഷൻ CITUവും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംരക്ഷിക്കാൻ അതിനാണ് ഈ സമരം. പ്രകടനത്തിനു ശേഷം ബെമൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏജന്റുമാരും ആ ഏജന്റുമാരും ഒരു കളങ്കത്തിനും വിധേയമാകാതെ വളരെ സത്യസന്ധമായി സ്വന്തം ജോലി ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഏജന്റുമാർ. ആ ഏജന്റുമാരുടെ വെൽഫെയർ അസോസിയേഷൻ ആകട്ടെ അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതാത് സമയത്ത് ആ പോരായ്മകൾ പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ ഏജന്റുമാരുടെ ലീഡർഷിപ്പായിട്ട് ആ വെൽഫെയർ അസോസിയേഷൻ CITUവും നിലകൊള്ളുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N. ചൊക്കനാഥൻ, K. ഹരിദാസ്, R. ഹരിദാസ്, S. സുജിത്ത്, ജോൺസൺ, രാജഗോപാൽ, KP പ്രിന്റോ, ബിനുകുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രക്ഷോഭ അറിയിപ്പിനെ തുടർന്ന് ചില കമ്പനികൾ ടേൺ പ്രകാരം ജനുവരി 6 മുതൽ വണ്ടികൾക്ക് ലോഡ് നൽകി തുടങ്ങിയതായി സമരക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേത്രം എന്താണെന്ന് അറിയാത്ത ഭാരവാഹികൾ ക്ഷേത്രം ഭരിക്കുമ്പോൾ ബിസിനസ് കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതെന്ന് മുൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ദിബൈ കേരളശ്ശേരി. കല്ലൂർ കരടിമലക്കുന്നിൽ തത്വമസി അയ്യപ്പഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സമ്മേളനം കേരളശ്ശേരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മന്നാടിയാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശബരിമല യാത്രയുടെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കേരളശ്ശേരിയിലെ സപ്താഹ ആചാര്യൻ മധുസൂദന വാര്യർ, പ്രമുഖ ആചാര്യനും പ്രഭാഷകനുമായ ദിവൈ കേരളശ്ശേരി, കഥകളി സംഗീതജ്ഞൻ സദനം ശ്യാമളൻ, ശബരിമല അയ്യപ്പന്റെ തങ്കാങ്കി നിരവധി തവണ ശിരസിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച കേരളശ്ശേരി രമേശ് സ്വാമി എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ധനുമാസത്തിൽ 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ശബരിമലയ്ക്ക് കെട്ടിനിറച്ച് പുറപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്നാണ് പുറപ്പെട്ടത്. അവിടെ എൻ്റെ അമ്മ വന്ന് ഗുരുസ്വാമിയും അമ്മയും കൂടി കെട്ടിനിറച്ച് ശിരസിൽ ആ പുണ്യമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇവരൊക്കെ പാചകമായി 1000-1000 തവണ. തുടർന്ന് ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്രത്തിൽ സർവ്വ ഐശ്വര്യപൂജയും ദീപാരാധനയും ഉണ്ടായിരുന്നു. കല്ലൂർ ബാലൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. 70ഓളം പേരാണ് കല്ലൂർ ബാലൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ശബരിമല യാത്ര ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശമ്പള വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ജലരേഖയാണെന്ന് KST എംപ്ലോയീസ് സംഘ്. തുടർച്ചയായ ശമ്പള നിഷേധത്തിൽ പ്രതിഷേധിച്ച് എംപ്ലോയീസ് സംഘ് പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ സിനിമാ ഡയലോഗിന്റെ പോലും വിശ്വാസ്യതയില്ലാത്തതാണെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത KST എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ ആരോപിച്ചു. ഡിസംബർ മാസത്തിൽ വരുമാനം സർവകാല റെക്കോർഡിലെത്തിയിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ പീഡിപ്പിക്കുകയാണ്. ഇടതു സർക്കാരിന്റെ സാഡിസമാണിത്. ജനുവരി മാസം മുതൽ 1-ാം തീയതി തന്നെ ശമ്പളം തരുമെന്ന് കഴിഞ്ഞ മാസം പാലക്കാട് ഡിപ്പോയിൽ നടന്ന പരിപാടിയിലും മന്ത്രി ആവർത്തിച്ചിരുന്നു.
മന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള മാറ്റം അങ്ങേയറ്റം പരിഹാസ്യമാണെന്നും രമേഷ് കുമാർ പറഞ്ഞു. 48,000 ജീവനക്കാരുണ്ടായിരുന്നത് 25,000 താഴെയായി. പക്ഷേ അന്നുണ്ടായിരുന്ന ശരാശരി പ്രതിദിന കളക്ഷൻ 6 കോടി എന്നുള്ളത് ഇന്ന് 8 കോടിയും ചില ദിവസങ്ങളിൽ 9 കോടി വരെ എത്തിയിട്ടും ഇത്രയും ചുരുങ്ങിയ ബസ്സുകളും ജീവനക്കാരുമുണ്ട്. ഇത്രയും ഉയർന്ന കളക്ഷൻ ഉണ്ടാക്കുന്ന KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തികഞ്ഞ കെടുകാര്യസ്ഥതയാണ്. ഈ ഭരിക്കുന്ന ആളുകൾക്കൊന്നും അതിൻ്റേതായിട്ടുള്ള യാതൊരു കഴിവും പ്രാപ്തിയുമില്ല എന്നുള്ളതിന് തെളിവാണ്. ആയതുകൊണ്ട് തങ്ങളുടെ വാക്കുകൾ വിലവെക്കുന്നുണ്ട് സ്വയമെങ്കിൽ അത് പാലിക്കുക, അല്ലെങ്കിൽ. ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ, ട്രഷറർ സി പ്രമോദ്, AK പ്രദീപ് കുമാർ, KP രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് ജില്ലാ സമിതി അംഗങ്ങളായ M കണ്ണൻ, M മുരുകേശൻ, U തുളസീദാസ്, K പ്രജേഷ്, V രാജഗോപാലൻ, T പ്രദീപ്, R ശിവകുമാർ, ES സുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി വീട്ടുടമയിൽ നിന്ന് പണം തട്ടി കബളിപ്പിച്ച കേസിൽ കൂനത്തറ സ്വദേശി അറസ്റ്റിൽ. കൂനത്തറ തോപ്പിൽ വീട്ടിൽ സതീഷിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂനത്തറ സ്വദേശിയായ വെട്ടുകാട്ടിൽ സബിനിൽ നിന്നാണ് സജീഷ് പണം തട്ടിയത്. പുതുതായി നിർമ്മിച്ച വീടിന് വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റും സജീഷ് തയ്യാറാക്കി നൽകിയിരുന്നു. ഇതേ വീടിന്റെ പണി പൂർത്തീകരിച്ച ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനായി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോഴാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഈ സമയത്താണ് പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചിട്ടില്ലെന്ന കാര്യം സബിൻ അറിയുന്നത്. സബിന്റെ കൈവശമുണ്ടായിരുന്ന പെർമിറ്റ് വ്യാജമാണെന്ന് പഞ്ചായത്ത് അധികാരികൾക്കും ബോധ്യപ്പെട്ടു. ഇതേ തുടർന്ന് സത്യാവസ്ഥ മനസ്സിലാക്കിയ പഞ്ചായത്ത് സെക്രട്ടറി വ്യാജരേഖ തയ്യാറാക്കി നൽകിയ സജീഷിനെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസ് അന്വേഷണത്തിൽ സജീഷ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഒറ്റപ്പാലം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റോഡിന്റെ തകർച്ചയും വെള്ളക്കെട്ടും യാത്രക്കാരെ വലിക്കുന്നു. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ അമ്പാട്ട് റോഡിൽ ഉദയാർ മംഗലത്താണ് റോഡ് അപകടക്കെണിയായി മാറുന്നത്. മലമ്പുഴ കനാലിൽ നിന്നുള്ള ചോർച്ചയാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാക്കുന്നത്. മലമ്പുഴ കനാൽ ബണ്ടിനേക്കാൾ 10 അടിയോളം താഴ്ചയിലാണ് റോഡ് കടന്നുപോകുന്നത്. കനാലിന്റെ പ്രധാന സർവീസുകൾ റോഡിന്റെ ഇരുവശവും സ്ഥാപിച്ചിട്ടുണ്ട്. ബണ്ട് ചോർന്ന് വെള്ളക്കെട്ടുണ്ടാകുന്നത് വളരെ കാലത്തെ ഒരു കാഴ്ചയാണ്. റോഡിൽ വെള്ളം കെട്ടിനിന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം കെട്ടിനിൽക്കുമ്പോൾ കുഴികൾ അറിയാതെ യാത്ര ചെയ്യുന്ന ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ മറിയുന്നതും ആളുകൾക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡായതിനാൽ ഗ്രാമപഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും നിരവധി തവണ വകുപ്പുമായി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ അഡ്മിഷൻ ഡ്രൈവ് സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം കുട്ടികൾ ഇവിടെ പ്രവേശനം നേടി. 1000-ലധികം വിദ്യാർത്ഥികളാണ് നിലവിൽ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനം നടത്തുന്നത്. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളും മത്സര പരീക്ഷകളിലും കലാമേളകളിലും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ വിദ്യാലയത്തിന് ആയിട്ടുണ്ട്. മികച്ച ഭൗതിക സാഹചര്യമൊരുക്കുന്നതിലും ചിട്ടയായ പ്രവർത്തനം രക്ഷിതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രക്ഷിതാക്കളെ ഈ സ്കൂളിലേക്ക് ആകർഷിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ഗവൺമെന്റ് LP സ്കൂളുകളിൽ 1-ാം വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്നത് ഈ വിദ്യാലയമാണെന്ന് അവകാശപ്പെടാൻ കഴിയുമെന്ന് പ്രധാനാധ്യാപകൻ PK മോഹൻ പറഞ്ഞു. ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ആവേശത്തോടെ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് രക്ഷിതാക്കൾ എത്തുന്നു, കുട്ടികളെ ചേർക്കാൻ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിലെടുത്തു പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചിട്ടയായിട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങളും അതുപോലെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 24 കുട്ടികൾ LSS പരീക്ഷ എഴുതി അതിൽ 13-13 കുട്ടികൾക്ക് നമുക്കത് നേടാൻ കഴിയും. അപ്പം അതൊക്കെ ഇവിടുത്തെ നമ്മളിപ്പം പലരും പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വെച്ചിട്ട് കോച്ചിങ് നടത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ അധ്യാപകർ മാത്രം പരിശീലിപ്പിച്ചിട്ടാണ് ആ നേട്ടം ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. PTA പ്രസിഡന്റ് EK അലി, SMC ചെയർമാൻ വിജയരാജ്, മാതൃസംഗമം പ്രസിഡന്റ് വിജിത, PTA വൈസ് പ്രസിഡന്റ് ബിബിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വെടിക്കെട്ട് നടത്തിപ്പിൽ പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ പുതിയ നിർദ്ദേശങ്ങൾ തീർത്ത പ്രതിസന്ധിയെ പരീക്ഷ എഴുതി തോൽപ്പിച്ച അമ്പലപ്പാറക്കാരൻ. അരനൂറ്റാണ്ടോളമായി വെടിക്കെട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന വേങ്ങശ്ശേരി നിശ സദനത്തിൽ CR നാരായണൻകുട്ടിയാണ് പെസോയുടെ
ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ പരീക്ഷയിൽ വിജയിച്ചത്. CR നാരായണൻകുട്ടിയുടെ സഹപ്രവർത്തകൻ ദേശമംഗലം ഒരടിയത്ത് സോമസുന്ദരൻ ഫയർ ഡിസ്പ്ലേ അസിസ്റ്റന്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്. എഴുത്തുപരീക്ഷയും കൂടിക്കാഴ്ചയും പൂർത്തിയാക്കിയായിരുന്നു ഇരുവരുടെയും വിജയം. പെസോയുടെ പുതിയ നിർദ്ദേശങ്ങളിൽ ഏറെ നിർണായകമായിരുന്നു ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ, ഫയർ ഡിസ്പ്ലേ അസിസ്റ്റന്റ് ലൈസൻസുകൾ. ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരം ലൈസൻസ് ഉടമകൾ വിരളമാണെന്നിരിക്കെയാണ് വെടിക്കെട്ടുകൾ പ്രതിസന്ധിയിലാകുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞത്. ഇതോടെ പെസോയുടെ കൊച്ചി കാക്കനാട്ട ഓഫീസിൽ നിയമാനുസൃതം അപേക്ഷ സമർപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. തിങ്കളാഴ്ച എഴുത്തുപരീക്ഷയും ഇന്റർവ്യൂവും പൂർത്തിയായതോടെ ഇരുവർക്കും വിജയം. ലൈസൻസ് ഒരാഴ്ചയ്ക്കകം ലഭിക്കും. ദേശമംഗലം അക്ഷയ ഫയർ വർക്സിന്റെ ഭാഗമാണ് ഇരുവരും. നെന്മാറ പല്ലങ്ങി, ചിനക്കത്തൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, കണ്ണമ്പ്രവേല, തിരുവല്ലുവമല പറക്കോട്ടുകാവ് താലപ്പൊലി, കുനിശ്ശേരി കുമ്മാട്ടി ഉൾപ്പെടെ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പ്രധാന ഉത്സവങ്ങൾക്കെല്ലാം വെടിക്കെട്ട് ഒരുക്കുന്നത് ഇവരാണ്. ഇത്തവണ ഉത്സവകാലം തുടങ്ങാനിരിക്കെയാണ് സ്ഫോടക വസ്തു നിയമ ഭേദഗതിയിലെ 2 ലൈസൻസുകളും വെടിക്കെട്ടുകാർക്ക് നിർബന്ധമാക്കിയത്. വെടിക്കെട്ട് കരാറുകാരുടെ സംഘടനയായ ഫയർ വർക്ക്സ് ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ് അമ്പലപ്പാറ വേങ്ങശ്ശേരി നിഷാ സദനത്തിൽ നാരായണൻകുട്ടി. 1970 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സോമസുന്ദരൻ കഴിഞ്ഞ 7 വർഷത്തോളമായി വെടിക്കെട്ടു രംഗത്ത് സജീവമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അതിന് മുമ്പേ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ തിങ്കളാഴ്ചയ്ക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫലമായി ഇന്നലെ പോയിട്ട് ഞാനും എനിക്കൊരു അസിസ്റ്റൻറ്റിനെയും കൂടി ഞാൻ അയാളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ എക്സാം എഴുതി. അരമണിക്കൂർ നമുക്കൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. 30 ക്വസ്റ്റ്യനാണ്. അതിൽ 50% മാർക്ക് സ്കോർ ചെയ്യണം. അത് ഈ ഇതിൻ്റെയും ഈ സേഫ്റ്റിൻ്റെയും ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ട് സംബന്ധമായിട്ടുള്ള ഓപ്പറേറ്റർക്ക് ഇത് ചെയ്യേണ്ട അതിൻ്റെ കെമിക്കലിനെ പറ്റിയിട്ടും അതിൻ്റെ വിവരങ്ങളും മാത്രം ചോദിച്ചുകൊണ്ട് ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ട് ഓഫീസേഴ്സിൻ്റെ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് പാസ്സായിരിക്കുന്നത്. ഒരാഴ്ചയുടെ ഉള്ളിലാണ് ആ ലൈസൻസ് മദ്രാസ് റീജിയൻ ഓഫീസിൽ നിന്ന് വേണം പ്രോസസ്സ് ചെയ്ത് വരാൻ. ഒരു ആഴ്ചയുടെ ഉള്ളിൽ ആ ലൈസൻസ് ലഭ്യമാക്കും. ഈ ലൈസൻസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് വെടിക്കെട്ട് ഡിസ്പ്ലേ നടത്താൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സൗത്ത് ഇന്ത്യ സംരംഭക മേളയുമായി ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിൽ ജനുവരി 16, 17 തീയതികളിലായാണ് മേള സംഘടിപ്പിക്കുകയെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ T. റെജി പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യവസായ രംഗത്തെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കലും വിദ്യാർത്ഥികളിൽ സംരംഭകശീലം വളർത്തുക എന്നതും മേളയുടെ ലക്ഷ്യമാണെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ T. റെജി പറഞ്ഞു. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. 1000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക. സംരംഭക സമ്മേളനങ്ങൾ, സംബോധക ബോധവൽക്കരണ പരിപാടികൾ, കായിക വിനോദങ്ങൾ എന്നിവയുമുണ്ടാകും. ഫുഡ് സ്റ്റാൾ, പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ്, ഫോട്ടോഗ്രാഫി, മാജിക് ഷോ, ഗസൽ എന്നിവയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോളേജിലെ ലാബുകൾ പരിചയപ്പെടാനും അവസരമൊരുക്കും. രജിസ്ട്രേഷൻ, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്നും റജി പറഞ്ഞു. കുറേയധികം പ്രോഗ്രാമുകൾ സംരംഭകത്വം നേരിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക, അത് അതിലൂടെ തന്നെ പല സംരംഭങ്ങൾ തുടങ്ങാനുള്ള പ്രോത്സാഹനം നൽകുക, അതിന്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച സംരംഭകരെ കണ്ടെത്തുന്നതിനായിട്ട് അവരുടേതായ രീതിയിൽ ഒരുക്കുന്ന സ്റ്റാളുകൾ, ഗെയിമുകൾ, പുരസ്കാരങ്ങൾ എന്നിവയെല്ലാം ഉൾച്ചേർത്തുകൊണ്ടാണ് സംരംഭകത്വത്തെ നേരിട്ട് സ്പർശിക്കുന്ന പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള മാനേജ്മെന്റ് ഗെയിംസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ജനറേഷൻ്റെയൊക്കെ ആവശ്യങ്ങളൊക്കെ കുറെ കൂടെ കലാപരമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്ന ധാരാളം കൾച്ചറൽ പ്രോഗ്രാംസുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഫാഷൻ ഷോ ഉൾപ്പെടെയുള്ളത്. പിന്നെ സ്പോർട്സ് പരമായിട്ടുള്ള 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർഡിനേറ്റർ പ്രതീഷ് കുഞ്ചു, അധ്യാപകൻ M. നാരായണ പ്രസാദ്, വിദ്യാർത്ഥി പ്രതിനിധി A. അനിൽ കൃഷ്ണൻ, അലുമിനി പ്രതിനിധി രവീന്ദ്രനാഥ മേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊലയാളികൾക്ക് കൂടെ ചൂടുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ. പിണറായിയുടെ ധാർഷ്ട്യം CPM-നെ ഇല്ലാതാക്കും. ദുരന്തങ്ങൾ പോലും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന നികൃഷ്ടവും നീചവുമായ മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനെന്നും NK പ്രേമചന്ദ്രൻ. LDF ദുർഭരണം ആരോപിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ RSP പ്രതിഷേധം. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ CATU നേതൃത്വത്തിൽ തൊഴിലാളി മാർച്ച്.
വ്യവസായ മേഖലയിലെ ചരക്കു ഗതാഗത രംഗത്ത് ടേൺ മറികടന്ന് ലോഡ് നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ. പ്രതിഷേധ സമരം ഹെവി വെഹിക്കിൾസ് വർക്കേഴ്സ് യൂണിയന്റെയും ഡിസ്ട്രിക്ട് ഏജന്റ് വെൽഫെയർ അസോസിയേഷൻ CITUവിന്റെയും നേതൃത്വത്തിൽ. കുലുക്കല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. ആരോഗ്യ കേന്ദ്ര നവീകരണത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്ത് നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനുള്ള ആലോചനകളും ആരംഭിച്ചു. വാളയംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി വീട്ടുടമയിൽ നിന്ന് പണം തട്ടിയ കേസിൽ കൂനത്ര സ്വദേശി അറസ്റ്റിൽ. ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൂനത്ര തോപ്പിൽ വീട്ടിൽ സതീഷിനെ. സതീഷ് പണം തട്ടിയത് കൂനത്ര സ്വദേശിയായ സബിനിൽ നിന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.